ഇപ്പോൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നത് CMRLന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്യാൻ സാധ്യമല്ല എന്ന് ഹൈക്കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് CMRLുമായി ബന്ധപ്പെട്ട ടി വീണയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാം, തുടർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന വളരെ പ്രധാനപ്പെട്ട വിധിപ്രസ്താവം ഇപ്പോൾ ഉണ്ടാകുന്നു. രാഷ്ട്രീയമായി കൂടി ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുകൂലമാകുന്ന തരത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നിട്ടുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിക്രമങ്ങൾ നിർത്തിവെക്കണം, സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോഴിതാ ഹൈക്കോടതി ആ വാദം തള്ളിയിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ മാസപ്പടി കേസിലെ അന്വേഷണവുമായി മുന്നോട്ട് പോകാം, തുടർ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാം എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മേധാവി കേരളത്തിൽ തന്നെ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഉന്നതതല യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു, അഭിഭാഷകരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനിയുള്ള നീക്കം എന്ത് എന്നത് ടി വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിക്കുമോ? ശശിധരൻ കർത്തയ്ക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതായി വരുമോ? വീണ്ടും പരിശോധനകൾ തുടരുമോ? രാഷ്ട്രീയമായി എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും ഈ അന്വേഷണ നടപടികളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിക്കുമോ? എല്ലാം ഈ വിധി പ്രസ്താവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായും ഇത് വലിയ തരത്തിൽ എക്സാലോജിക് എന്ന കമ്പനിക്ക്, ടി വീണയ്ക്ക്, CMRLന് ഒരുപോലെ തിരിച്ചടിയാകുന്ന വിധി പ്രസ്താവമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, ഇഡിക്ക് ഇനി മുന്നോട്ട് പോകാം, ഒരു തരത്തിലുമുള്ള നിയമപരമായ തടസ്സങ്ങളില്ല. ഇനിയിപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ച് ഈ ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ വാങ്ങുമോ എന്നതാണ് അറിയേണ്ടത്. പക്ഷേ ആ നടപടിക്രമങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയപരിധിയുണ്ട്. അതിനകം പോലും ഇഡിക്ക് മിന്നൽ വേഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചേക്കാം. യെസ്, ഞാൻ നവമിയിലേക്ക് വരുന്നതിന് മുമ്പ് നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ഉണ്ട്. CN പ്രകാശ്, ഇപ്പോഴിതാ CMRLന്റെ ഹർജി തള്ളിയിരിക്കുന്നു. ഇഡിക്ക് അന്വേഷണവും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാം. ടി വീണയ്ക്കും ഇത് വലിയ തിരിച്ചടിയായി മാറുകയല്ലേ? തീർച്ചയായും സിംഗിൾ ബെഞ്ചിന്റെ ഇത് സംബന്ധിച്ച വിധിയിൽ ഇടപെടേണ്ട നിയമപരമായ കാര്യങ്ങളില്ല എന്ന് കണ്ടുകൊണ്ടാണ് വിശദമായി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാദം കേട്ടതാണ് കോടതി. ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഇതിൽ ഇടപെടാതെ CMRLന്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. നേരത്തെ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് CMRL ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. നമുക്കറിയാം, മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് തടയണമെന്നാവശ്യപ്പെട്ടാണ് CMR ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. സിംഗിൾ ബെഞ്ചിൽ നിന്നും അത് തുടരാമെന്ന അനുകൂല വിധിയാണ് ഉണ്ടായത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ ഹർജി നൽകിയത്. ഈ ഹർജിയും തള്ളിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഇഡിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന പച്ചക്കൊടി ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വീണ തൈക്കണ്ടിക്ക് അടക്കമെതിരെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഇഡിക്ക് സംജാതമായിരിക്കുന്നു. ഇഡി അന്വേഷണം ഉടൻ തടയണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. കേസിൽ നിലവിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIOയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇഡിയുടെ സമാന്തരമായിട്ടുള്ള ഒരു അന്വേഷണം നിയമവിരുദ്ധമാണ് എന്നായിരുന്നു CMRL പ്രധാനമായും ഈ അപ്പീലിൽ പ്രധാനമായി വാദങ്ങളായി ഉന്നയിച്ചിരുന്നത്. അഭിലാഷ്, യെസ്, CMRLന് വീണ തൈക്കണ്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രസ്താവമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടസ്സപ്പെടുത്തേണ്ട സാഹചര്യമില്ല, അതിൽ ഇടപെടേണ്ടതില്ല എന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട്. നവമി, നമ്മൾ ന്യൂസ് ട്രെൻഡ്സിന്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മേധാവി അദ്ദേഹം കൊച്ചിയിൽ തന്നെ തുടരുന്ന സാഹചര്യം, അവിടെ നിർണായകമായ യോഗങ്ങൾ ചേരുന്ന പശ്ചാത്തലം, ഏതാണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്ന വിധിപ്രസ്താവം ഇഡിക്ക് അനുകൂലമാകുമെന്ന് തന്നെ അവർ പ്രതീക്ഷിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കങ്ങൾ അത് നിർണായകമല്ലേ?
അഭിലാഷ്, അല്പസമയത്തിനുള്ളിൽ തന്നെ ഇ ഡി ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് എത്തും. അദ്ദേഹം താജ് വിവാദയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നും ഇ ഡി ഓഫീസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു വിധിക്ക് വേണ്ടി. വിധി വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരുന്നത്. എന്തായാലും ആ വിധി അനുകൂലമാകുമെന്ന ഒരു പ്രതീക്ഷയും ഇ ഡി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. ആ വിധി അനുകൂലമായിരിക്കുകയാണ്. അന്വേഷണത്തിന് യാതൊരു തടസ്സവുമില്ല. അന്വേഷണം നടക്കട്ടെ. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും ശരിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇനി നമുക്കറിയേണ്ടത് എന്തായിരിക്കും ഇ ഡി ഉദ്യോഗസ്ഥരുടെ അടുത്ത നടപടി എന്നത്. എന്നാണ് വീണ വിജയനെയും ശശിധരൻ കർത്തയെയും മകനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നതാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇ ഡി ഉദ്യോഗസ്ഥരും പുറത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസുകാരുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകാതിരിക്കാൻ തന്നെ പ്രത്യേകിച്ച് പോലീസിന്റെയും ഒരു സാന്നിധ്യം ഇവിടെയുണ്ട്. ബാരിക്കേഡുണ്ട്. 5 വർഷത്തിന് ശേഷമാണ് ഇ ഡി ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചിയിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം എത്രമാത്രം ഗൌരവത്തോടുകൂടി തന്നെയാണ് ഇ ഡി ഈ ഒരു കേസിനെ പരിഗണിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുണ്ടായ അക്രമ സംഭവങ്ങൾ, ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ആക്രമണം, അവരുടെ വാഹനം തല്ലിത്തകർത്തു. ഈ ഒരു സാഹചര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അതീവ സുരക്ഷയോടുകൂടി അല്ലെങ്കിൽ എത്രയും വേഗം ഈ കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇ ഡി ഡയറക്ടർ നേരിട്ടെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നത്. ഉദ്യോഗസ്ഥർ മാത്രമല്ല അഭിഭാഷകരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അഭിഭാഷകരും ചേർന്നുള്ളൊരു യോഗം, ഇ ഡി ഉദ്യോഗസ്ഥർ അഭിഭാഷകർ അടക്കമുള്ളവരാണ് ഈ യോഗത്തിൽ എത്തുന്നത്. എന്തായാലും തീർച്ചയായും നവമി സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട യോഗം ആണ് ചേരാൻ പോകുന്നത്. ഇതിൽ നവമി നമുക്ക് എടുത്തു പറയേണ്ടത് ഈ CMRL പലതവണയായി പല കോടതികളെ അടക്കം സമീപിച്ച പശ്ചാത്തലമുണ്ടാകുന്നു. SFIയുടെ അന്വേഷണത്തിൽ അടക്കം തടയിടുന്നതിന് വേണ്ടി ഡൽഹി ഹൈക്കോടതിയെ ഉൾപ്പെടെ സമീപിച്ച സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വഴിമുടക്കുന്നതിന് വേണ്ടി പല തവണയായി കോടതികളെ സമീപിച്ച പശ്ചാത്തലം ആണ് ഉള്ളത്. അത് ഇ ഡിക്കും കൃത്യമായി ബോധ്യമുള്ളതാണ്. നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് അങ്ങനെ പരാതി നൽകുവാൻ എല്ലാവർക്കും അവകാശമുണ്ട്. കോടതിയുടെ ഭാഗത്ത് പരാതി ലഭിക്കുമ്പോൾ പ്രാഥമികമായി അതിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ ഒരു സമയപരിധി ആണ് ഇ ഡി അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇ ഡിക്ക് അന്വേഷണം തുടരാൻ അനുമതി നൽകുന്നു. 24 മണിക്കൂറിനകം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി എന്നുള്ളതാണ്. അതായത് ഓരോ നിമിഷവും വിലപ്പെട്ടത് എന്ന് ഇ ഡിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഇനി അടുത്ത സാധ്യത എന്നത് CMRLനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയെ സമീപിക്കുക, അടിയന്തരമായി ഹൈക്കോടതി വിധിക്ക് സ്റ്റേ വാങ്ങുക എന്നുള്ളതാണ്. ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നത് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതല്ലേ. ഒരുപക്ഷെ ഈ മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ നിർണായകമായ നീക്കങ്ങൾ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. ടി വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചേക്കാം. ചോദ്യം ചെയ്യലിൽ വ്യക്തതയില്ല എങ്കിൽ അറസ്റ്റ് പോലെയുള്ള നടപടികൾ ഉണ്ടാകാം. ശശിധരൻ കർത്തയെയും ടി വീണയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാം, വെവ്വേറെ ചോദ്യം ചെയ്യാം, കൂടുതൽ ഡോക്യുമെന്റുകൾ പിടിച്ചെടുക്കാം. അങ്ങനെയുള്ള പല സാധ്യതകളുമാണല്ലോ ഇനി മുന്നിൽ തെളിയുന്നത്. നവമി, അതെ അഭിലാഷ്, ഇനി ഇ ഡി ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ ഏറ്റവും പ്രധാനമായും നോക്കുന്നത് വീണ വിജയനെ എന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം എന്നത് തന്നെയാണ്. വീണ വിജയനെ മാത്രമല്ല മറ്റ് ശശിധരൻ കർത്തി ആയിക്കോട്ടെ, ശശിധരൻ കർത്തയുടെ മകനെ ആയിക്കോട്ടെ, ഇവരെല്ലാം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ഒപ്പം നേരത്തെ ശേഖരിച്ച തെളിവുകൾ നമുക്കറിയാം. തിരുവനന്തപുരത്ത് നിന്നും വീണയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്നും നിർണായകമായിട്ടുള്ള ചില രേഖകൾ പിടിച്ചെടുത്തു എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ തെളിവുകളും ഒപ്പം തന്നെ പിടിച്ചെടുത്ത വീണ വിജയന്റെ പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ, ഒപ്പം ഈ ശശിധരൻ കർത്തയുടെ ലാപ്ടോപ്പ്, ഇതടക്കം പരിശോധിച്ച് ഇതെല്ലാം നിരത്തിയുള്ള ഒരു പരിശോധനയും ചോദ്യം ചെയ്യലും തന്നെയാണ് അടുത്ത ഘട്ടത്തിലായി ഉണ്ടാകുക. എന്നായിരിക്കും ഈ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുക എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇ ഡി ഡയറക്ടർ രാഹുൽ നവീനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇ ഡിയുടെ തന്നെ കൊച്ചിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവർക്ക് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കി കേരള പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസിന്റെ സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഇനി അദ്ദേഹത്തിന്റെ ഇന്ന് നടക്കുന്ന യോഗം അത്രയേറെ നിർണായകമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കോടതിയിൽ നിന്ന് പോലും അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ ശേഖരിച്ച തെളിവുകളുമായി പരിശോധിച്ച് അല്ലെങ്കിൽ അതുമായി ഒത്തുവെച്ചുകൊണ്ട് ഇ ഡി ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. കൃത്യമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ കോടതിയിലേക്ക് ഇത് സമർപ്പിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ, സാക്ഷിമൊഴികൾ, ഇവരുടെ മൊഴികൾ, ഇതെല്ലാം തന്നെയാണ് ഇ ഡിയെ മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ ഇന്നത്തെ യോഗവും ഒക്കെ
അത്രയും നിർണായകമാകുന്നത്. തിരുവനന്തപുരത്ത് നടത്തിയ അതിക്രമമൊക്കെ മുന്നിലുണ്ട്, നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ കണ്ടതാണ് ഒരു കേന്ദ്ര ഏജൻസിക്കെതിരെ ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് CPM അഴിച്ചുവിട്ടതെന്ന് നമ്മുടെ മുന്നിൽ. തീർച്ചയായും നവമി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കേന്ദ്ര അന്വേഷണ സംഘത്തിന് നേരെയുണ്ടായ അതിക്രമം അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായി മാറുന്നു. അതിനപ്പുറം ആ കേസിലടക്കം അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സേനയുടെ സുരക്ഷ ഉണ്ടായിരുന്നു ED ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്തുമ്പോൾ. അതിനുശേഷം പുറത്തേക്കിറങ്ങിയ ഉദ്യോഗസ്ഥരെ ആണ് കേരള പോലീസിന്റെ കൺമുന്നിൽ വെച്ച് വലിയ തോതിൽ ആക്രമിച്ചത്. ഇപ്പോഴിത് ആ കേസിൽ നിരവധി പേരെ പിടികൂടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ED പിടിമുറുക്കുകയും ഒരു തരത്തിലും ഇവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന വാദമുന്നയിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ TG സജിത്ത് കൂടി ചേരുന്നുണ്ട് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന്. സജിത്ത്, എന്താണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് നമ്മൾ ആവർത്തിക്കേണ്ടതില്ല. ഏറ്റവും ഒടുവിൽ ഇത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്, CPIനെ താറടിക്കുന്നതിന് വേണ്ടിയാണ്, അതിനുമപ്പുറത്ത് പിണറായി വിജയനെ കേന്ദ്രീകരിക്കുന്നതാണ് എന്ന വാദമൊക്കെ ആയിരുന്നു CPIM ഉന്നയിച്ചത്. അവിടെയും ഈ കോടതി വിധി നിർണായകമായി മാറുന്നുണ്ടല്ലോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിക്രമങ്ങളിൽ പ്രാഥമികമായി പിഴവുകൾ ഇല്ല. ഒരു കേന്ദ്ര ഏജൻസി എന്ന നിലയിൽ അവർക്ക് അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ അന്വേഷണമാണ് നടക്കുന്നത് എന്ന് നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ഈ CMRLന്റെ ഹർജി തള്ളുകയും ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ഹർജി അംഗീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ രാഷ്ട്രീയമായി CPIന് അതൊരു പ്രതിരോധം തീർക്കുന്നതിനുള്ള പരിചയമായി മാറുന്ന പശ്ചാത്തലം ഉണ്ടാകുമായിരുന്നു. പ്രത്യേകിച്ച് ഇതാ കണ്ടില്ലേ, കോടതിക്ക് പോലും EDയുടെ പ്രവർത്തനങ്ങളിൽ ബോധ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നല്ല സംഭവിക്കുന്നത്. ഇത് CPIനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയല്ലേ. പ്രത്യേകിച്ച് CPIനകത്ത് തന്നെ ഒരു വിഭാഗത്തിന് എന്തിനാണ് വീണയ്ക്ക് വേണ്ടി ഇത്തരത്തിലൊരു പ്രതിരോധം തീർക്കാൻ പാർട്ടി തയ്യാറാകുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുന്ന സാഹചര്യം ഇപ്പോഴിതാ ദൃശ്യങ്ങളിൽ കാണുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മേധാവി അടക്കം ഉള്ളവർ യോഗത്തിന് വേണ്ടി പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഞാൻ സജിത്തിലേക്ക് വരുന്നതിന് മുമ്പ് നോമി, ഇപ്പോഴിതാ ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടവർ ഏതാണ്ട് പൂർണ്ണമായും എത്തിയിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ, ED ഡയറക്ടർ അദ്ദേഹം ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്ക് ഇന്നലെ എത്തി. അദ്ദേഹം ഇപ്പോൾ യോഗത്തിനായി കൊച്ചിയിലെ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. കടവന്ത്രയിലെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് രാഹുൽ നവീൻ. അദ്ദേഹം 5 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കൊച്ചിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന, EDക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഈ കേസ് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ സന്ദർശനത്തോടുകൂടി തന്നെ മനസ്സിലാകും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇനിയിപ്പോൾ ഈ യോഗം പുരോഗമിക്കുന്നത്. അതിൽ കൊച്ചിയിലെ ED ഉദ്യോഗസ്ഥർ, അഭിഭാഷകർ, മറ്റ് EDയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടക്കം പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത് എന്താണ് വീണ വിജയനെയും ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നതാണ്. അതിൽ വീണ വിജയന്റെ ചോദ്യം ചെയ്യലാണ് മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി നിലനിൽക്കുന്നത്. അത്തരത്തിലേക്ക് ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ, അതായത് ED ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം നടന്നപ്പോൾ തന്നെ ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ ആക്രമണം വലിയൊരു തിരിച്ചടിയാകുമെന്ന് തന്നെയുള്ള വിലയിരുത്തൽ തന്നെയാണ്. എന്തായാലും അദ്ദേഹം കൂടി, MD കൂടി കൊച്ചിയിലേക്ക് എത്തുന്നു. അദ്ദേഹം നേരിട്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത്രയേറെ ശ്രദ്ധയോടും ഗൌരവത്തോടും കൂടി തന്നെയാണ് ED CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് മാസപ്പടി കേസ് കണക്കാക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അല്പസമയം മുമ്പ് കൊച്ചി കടവന്ത്രയിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് എത്തിയത്. ഇനി അദ്ദേഹം കൊച്ചിയിലെ തന്നെ ഉദ്യോഗസ്ഥർ ഒപ്പം അഭിഭാഷകർ ചേർന്നുള്ളൊരു യോഗമാണ് അടുത്തതായി നടക്കുന്നത്. ആ യോഗത്തിന് ശേഷമായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു അന്തിമ തീരുമാനമുണ്ടാകുക. ഇനിയിപ്പോൾ CMRL സുപ്രീം കോടതിയെ സമീപിച്ചാൽ പോലും അതിനൊരു കാലതാമസം ഉണ്ടാകും. ആ കാലതാമസത്തിനുള്ളിൽ ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാമെന്ന് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ കണക്കുകൂട്ടുന്നത്. ആ ഒരു കാലതാമസത്തിനുള്ളിൽ ഈ ഒരു അന്വേഷണം ഒരു പരിധിവരെ പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് അതിന്റെ അടുത്ത ഘട്ടമായി ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നതാണ്. കഴിഞ്ഞ തവണകളിലെല്ലാം തന്നെ ഈ കോടതികളെ സമീപിക്കുകയും ഈ കേസുമായി ബന്ധപ്പെട്ടൊരു കാലതാമസം ഇതിന്റെ ഈ ഒരു ഹർജിക്കാർ വരുത്തുകയും ചെയ്തു. അത് തന്നെ EDയെ സംബന്ധിച്ച വലിയ താമസമായി തുടരുന്നു, അല്ലെങ്കിൽ വെല്ലുവിളിയായി തുടരുന്നു. എന്നാലും നിലവിൽ EDക്ക് മുന്നിൽ മറ്റ് വെല്ലുവിളികളൊന്നുമില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വരെ ഈ ഒരു അന്വേഷണം അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ യോഗം അതീവ നിർണായകം തന്നെയാണ്. അഭിലാഷ,
യെസ്, അതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ തന്നെ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും നിർണായകമാകാൻ പോകുന്ന യോഗം ആണ് ചേരുന്നത്. പ്രത്യേകിച്ച് ഇഡിയുടെ പരിശോധനയടക്കം തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് പോയ വാഹനത്തെ CPIM പ്രവർത്തകർ ആക്രമിച്ച രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയാണ് ഉള്ളത്. അതേസമയം ഇനി ഈ മാസപ്പടി കേസിൽ ആരെയൊക്കെയാണ് ചോദ്യം ചെയ്യേണ്ടത്, എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്, വീണയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുമോ, ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുമോ, ഇത്തരം കാര്യങ്ങളിൽ കൂടി നിർണായകമായി തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. അതേസമയം CMRനെ സംബന്ധിച്ചിടത്തോളം കോടികളുടെ ആസ്തിയുള്ള കമ്പനിയാണ്. ഇപ്പോൾ ഈ മാസപ്പടി കേസ് തന്നെ കോടിക്കണക്കിന് രൂപ വെളുപ്പിച്ചെടുത്തു എന്നതാണ്. ഈ കേസിന് ആധാരമായി ഇത് തന്നെ 180 കോടി രൂപയുടെ അനധികൃതമായ ഇടപാടുകൾ, അതായത് ഇല്ലാത്ത ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ച ആദായ നികുതി വകുപ്പിനെ വെട്ടിച്ചു എന്ന ഒരു കണ്ടെത്തലിലും പരിശോധനയിൽ നിന്നുമാണ് ഈ കേസ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇതാ സുപ്രീം കോടതിയിൽ നിന്നുള്ള അഭിഭാഷകരെ, അതായത് ഓരോ സിറ്റിങ്ങിനും കോടിക്കണക്കിന് രൂപ വാങ്ങുന്ന സുപ്രീം കോടതി അഭിഭാഷകരെ അടക്കം എത്തിച്ചുകൊണ്ടായിരുന്നു ഈ കേസിൽ വാദപ്രതിവാദങ്ങൾ നടന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ നിമിഷങ്ങളിൽ പോലും സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നതിനുള്ള അണിയറ നീക്കങ്ങൾ CMRLന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാകാം. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ടാകാം. അങ്ങനെ മുതിർന്ന അഭിഭാഷകരെ അടക്കം എത്തിച്ചുകൊണ്ട് വാദിച്ച ഒരു കേസാണ് എങ്കിൽ പോലും ഇപ്പോൾ ഇതാ ഈ സിദ്ധാർത്ഥ് ലുത്രയെ പോലെയുള്ളവരുടെ വാദങ്ങൾ ഒന്നും ഹൈക്കോടതി മുഖവിലക്കെടുത്തില്ല എന്നതാണ്. ആ വാദങ്ങളടക്കം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിലപാട് എന്നുള്ളതാണ്. ഞാൻ സജിത്തിലേക്ക് പോകുമ്പോൾ, സജിത്ത്, നേരത്തെ നമുക്കറിയാം ഈ വിവാദത്തിൽ വലിയ പ്രതിരോധമാണ് CPIM തീർത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വളരെ നിസ്സാരമായൊരു സംശയമാണുള്ളത്. എന്തായിരുന്നു വീണ ടി ഈ CMRL എന്ന കമ്പനിക്ക് നൽകിയ സേവനം? 1,72,00,000 രൂപയുടെ എന്ത് സേവനമാണ് നടത്തിയത്? അതിനുത്തരം വീണയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഏതെങ്കിലും CMRL ഉദ്യോഗസ്ഥർ നൽകുന്നില്ല. പക്ഷേ അതിനുത്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് CPIM പ്രവർത്തകരാണ്. അത് വിചിത്രമായ ഉത്തരങ്ങളാണ്. അങ്ങനെയാണ് പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിരോധത്തിന് കൂടി ഉണ്ടാകുന്ന ഒരു വിള്ളൽ എന്നു വേണ്ടേ ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ഈ വിധിയെ മനസ്സിലാക്കാൻ? അഭിലാഷ, ഇന്നത്തെ ഹൈക്കോടതി വിധി ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായ തുടർചലന സാധ്യതയാണ് ഏറ്റവും നിർണായകമാവുക. കാരണം ഇനി അന്വേഷണം നടക്കേണ്ടത് CMRL എന്ന സ്ഥാപനത്തിനപ്പുറം വീണ വിജയനിലേക്കാണ്. വീണ വിജയനെ സമൻസ് നൽകുമ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു വരുത്തുന്നു എന്നതാണ് സാഹചര്യം. അതുണ്ടാക്കുന്ന വലിയ നീക്കങ്ങൾ, അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാവാം ഏറ്റവും വലുത്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ED സംഘം പിണറായി വിജയൻ്റെ വീട്ടിലെത്തി പരിശോധനകൾ നടത്തുമ്പോൾ കേരളം കണ്ട വലിയ പ്രക്ഷോഭങ്ങളും വിവാദ നീക്കങ്ങളും ED ഉദ്യോഗസ്ഥരെ കടന്നാക്രമിക്കുകയും പോലെയുള്ള നീക്കങ്ങളുണ്ട്. അത്തരം പ്രതിരോധത്തിലേക്ക് ഇനി CPM വരുമോ എന്നതാണ് ചോദ്യം. അന്ന് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ED വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെയായ നീക്കം എന്ന രീതിയിലേക്കാണ് പാർട്ടി അത് വ്യാഖ്യാനിച്ചത്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടതാണ് ഇനി എന്തിന് വീണ വിജയന് പ്രതിരോധം ഉയർത്തണം, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് പ്രതിരോധം ഉയർത്താം, പാർട്ടി നേതാവായ പിണറായി വിജയന് വേണ്ടി പ്രതിരോധം ഉയർത്താം. വീണ വിജയൻ ഇതിൽ കക്ഷിയല്ല, വീണ വിജയന് വേണ്ടി പാർട്ടി അണികൾ കളത്തിലിറങ്ങേണ്ട ആവശ്യമില്ല എന്ന വികാരം പലയിടങ്ങളിലും പ്രകടമായതാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ഉണ്ടാവും. CPM വലിയ പരസ്യ നീക്കങ്ങൾക്കൊന്നും ആ രീതിയിൽ പ്രവർത്തകരെ അണിനിർത്തിയുള്ള നീക്കത്തിനൊന്നും സാധ്യതയില്ല. അത് രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കുമെന്ന് വിലയിരുത്തും. എന്തായാലും വീണ വിജയൻ അന്വേഷണത്തിന് വഴങ്ങേണ്ടി വരും. ED വിളിച്ചു വരുത്തും. ഇന്നെടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട തീരുമാനം അതായിരിക്കും. അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള EDയുടെ അന്വേഷണ നീക്കങ്ങൾ ഏറെ ശ്രദ്ധേയമായിരിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തെളിവെടുപ്പുണ്ടാകും. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും ചോദ്യം ചെയ്യൽ, മണിക്കൂറുകൾ നീളുന്ന ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഏത് രീതിയിൽ ഇനി CPM ഈ വിഷയത്തിൽ നിലപാടെടുക്കും, പിണറായി വിജയൻ നിലപാടെടുക്കുമെന്നതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെയുള്ള വലിയ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുള്ള പരസ്യ നീക്കങ്ങൾക്ക് സാധ്യതയില്ലെന്ന് തന്നെ. ഇപ്പോൾ ഷോൺ ജോർജ്, BJP നേതാവ് ഷോൺ ജോർജ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷോൺ ജോർജ്, താങ്കൾ നടത്തുന്ന ഒരു നിയമ പോരാട്ടത്തിന്റെ ഭാഗം കൂടിയാണല്ലോ ഇത്. ഇപ്പോൾ ഇതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാം എന്ന് ഹൈക്കോടതി വിധിക്കുകയാണ്. ഇനി ചടുലമായ നീക്കങ്ങൾ EDയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, സ്വാഭാവികമായി നിയമപരമായി എല്ലാ തടസ്സങ്ങളും നീങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം. അപ്പോ ഇനി എന്ത് നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് EDയാണ്. അവരുടെ ഇനി ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിയമപരമായി എന്തു നടപടി സ്വീകരിക്കുന്നതിനും EDക്ക് ഇപ്പോ ഒരു തടസ്സമില്ല. വലിയ രാഷ്ട്രീയ ശരി പറയൂ.
അല്ല ഇനി അത് ഇഡിയുടെ ഡിസ്കഷൻ ആണല്ലോ, അവരെന്ത് ചെയ്യും, അവരുടെ ശരി ശരി, ഉൾപ്പെടെയുള്ള ഇ ഡിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഇ ഡിയുടെ ഡയറക്ടർ തന്നെ കൊച്ചിയിലുണ്ട്. ഇ ഡിയുടെ ഡയറക്ടർ പല കാര്യങ്ങൾക്കോ ഓഫീസ് കാര്യങ്ങൾക്കോ ഔദ്യോഗികമായൊക്കെ ആകാം എത്തുന്നതെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം കൂടി പ്രധാനപ്പെട്ടതല്ലേ ശ്രീ ഷോൺ? അല്ലല്ല, അവരുടെ ഇന്റേണൽ കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാനോ അതിനെക്കുറിച്ച് എന്താണെന്നാണെന്ന് പറയാം. സ്വാഭാവികമായി ഈ ദിവസങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള അന്വേഷണം, അവർ നടത്തിയിട്ടുള്ള റെയ്ഡ്, അവർക്ക് കിട്ടിയിട്ടുള്ള രേഖകൾ, തെളിവുകൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അവരെ ഇടിക്ക് ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അവർ സ്വാഭാവികമായിട്ടും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി സ്വീകരിക്കുന്നത്. ചിലപ്പോൾ സമൻസ് ആകാം, ചിലപ്പോൾ അറസ്റ്റ് ആകാം. ഇതൊന്നും നമ്മൾക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. ഏതെങ്കിലും ഘട്ടത്തിൽ അന്വേഷണ ഏജൻസി ആയിട്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനോ പിടിക്കാനോ ഞാൻ പോവുകയില്ല. ശരി. ഒപ്പം താങ്കൾക്കറിയാമല്ലോ, ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എങ്ങനെയും മുടക്കുക, അതിനുവേണ്ടിയുള്ള നിരവധിയായ നീക്കങ്ങൾ നടന്നിരുന്നു. പല കോടതികളിൽ അടക്കം സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 2 വർഷമാണ് ഇതിനെ തടസ്സപ്പെടുത്തിയത്. അത് ഞാൻ പറഞ്ഞില്ലേ, കുറെ കാലത്തിനൊക്കെ പണവും സ്വാധീനമൊക്കെ ഉപയോഗിച്ച് നിയമത്തെ വിലയ്ക്ക് വാങ്ങിക്കാൻ, നിയമത്തെ പിടിച്ചു നിർത്താൻ കഴിയും. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയോ അതുപോലെ ഇന്ത്യൻ നിയമവ്യവസ്ഥയോ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. അത് എന്തെങ്കിലും പുറത്തു വരും. അതാണ് ഇപ്പോൾ കാണുന്നത്. ഈ കഴിഞ്ഞ പരിശോധനാ ദിനം അന്ന് താങ്കളുടെ വീട്ടിലേക്കടക്കമൊക്കെ CPIM പ്രവർത്തകർ വലിയ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. ഇ ഡിയുടെ വാഹനം തല്ലിപ്പൊളിക്കുന്നത് കേരളം കണ്ടതാണ്. ഇനിയിപ്പോൾ ആ പ്രതിരോധം ചോർന്നു പോവുകയാണോ? നമുക്ക് നോക്കാം, നമുക്കത് ഇത്തരത്തിലുള്ള CPM-നെ ഏതറ്റം വരെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ സ്വാഭാവികമല്ലേ CMRL സുപ്രീം കോടതിയിലേക്ക് പോകില്ലേ? CMR സുപ്രീം കോടതി പോകണമെങ്കിൽ തിങ്കളാഴ്ചയിലേ പോകാൻ പറ്റുള്ളൂ. 2 ദിവസം മുമ്പിലില്ലേ? അതാണ് ഞാൻ നേരത്തെ അത് താങ്കളോട് ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. നേരത്തെ ഇ ഡി ഈ 2 ദിവസം എന്നത് പ്രധാനപ്പെട്ടതാണല്ലോ ഇ ഡിക്ക് മുന്നിലെന്ന്. അല്ല, ഇ ഡിയെ സംബന്ധിച്ച് ഈ 2 ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെന്താണ് നടപടി സ്വീകരിക്കുന്നത് നമുക്കറിയാൻ കഴിയില്ല. പക്ഷെ ഇ ഡിക്ക് സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു കോടതിയുടെ ഇടപെടലില്ലാത്ത 2 ദിവസം മുമ്പിലുണ്ട്. സുപ്രീം കോടതിയിലേക്ക് പോയാലും താങ്കളുടെ ഒരു പരിജ്ഞാനം വെച്ച് ഇതിൽ എന്തെങ്കിലും CMRനോ വീണയ്ക്കോ ഒരു കാരണം നിരവധി സുപ്രീം കോടതി തന്നെ നിരവധി റൂളിംഗ്സ് കിടപ്പുണ്ട്, നിരവധി ജഡ്ജ്മെന്റ് കിടപ്പുണ്ട്. ഒരു കാരണവശാലും ഈ വിഷയം ക്വാഷ് ചെയ്യാന്നുള്ള ഇവരുടെ ആവശ്യം ഇപ്പോഴത്തെ രീതി നിയമപരമായി നടത്തില്ല. പിന്നെ 1-2 ആഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താമസിപ്പിക്കാൻ പറ്റത്രേ ഉള്ളൂ. ഇതിൽ താങ്കൾ ഇതിന്റെ ഡോക്യുമെന്റുകൾ കുറെ ശേഖരിച്ച ആളെന്ന നിലയിൽ ഇനിയിപ്പോൾ ഇ ഡിക്ക് തീർച്ചയായും വീണയെ ചോദ്യം ചെയ്യേണ്ടതായി വരില്ലേ? വീണയെ വിളിപ്പിക്കേണ്ടതായി വരില്ലേ ഷോൺ? 100%. അത് ഇനി ഇപ്പൊ കിട്ടിയ ഡോക്യുമെന്റ് അടിസ്ഥാനത്തിൽ SFIയുടെ എൻക്വയറി തന്നെ വീണയെ പ്രതിയാക്കാനുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട്. പിന്നെ കൂടുതൽ ഡോക്യുമെന്റ്സ് ഒന്നും കളക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റീഡൊക്കെ പ്രൊസീജിയേഴ്സ് എന്നതിനപ്പുറത്തേക്ക് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് ആവശ്യമിച്ചുള്ള ഡോക്യുമെന്റ്സ് അവരിലുണ്ട്. ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ അവർ പ്രതിയാകാനുള്ള എല്ലാ രേഖകളും ഞാൻ തന്നെ എന്റെ പരാതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ തെളിവുകളുടെ ഒന്നും വലിയ ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ശരി. ഈ താങ്കൾക്ക് തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്കൊക്കെ പോകേണ്ടി വരില്ലേ? അതൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ ഒരു കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ? സോറി, കേട്ടില്ല. അതായത് ഈ ക്രമക്കേടുകളിൽ ഈ സ്ഥിരത കൈവരുമ്പോൾ സ്വാഭാവികമായും വീണ അറസ്റ്റ് പോലുള്ള നടപടികൾ നേരിടേണ്ടി വരില്ലേ? അതല്ല, അതൊക്കെ തീരുമാനം എടുക്കേണ്ട രീതിയല്ലേ, നമ്മൾ പറയേണ്ട കാര്യങ്ങളല്ല, അവരുടെ തീരുമാനത്തിൽപ്പെടുന്ന കാര്യങ്ങൾ. ശരി, വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും ഇ ഡിയുടെ അന്വേഷണം അത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇ ഡിക്ക് മാസപ്പടി കേസിൽ അന്വേഷണം തുടരാം, നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഹൈക്കോടതി അസന്നിഗ്ധമായി പറയുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ വിധി പ്രസ്താവത്തിന് തൊട്ടു പിന്നാലെ ആയിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ അടക്കം. അത് ടി വീണ താമസിക്കുന്ന വീടാണ്, അതുകൊണ്ടാണ് അവിടെ പരിശോധന നടത്തിയത്. അങ്ങനെയുള്ള പരിശോധനയടക്കം നടന്നത്. ആ പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്കിറങ്ങിയ വാഹനത്തിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇനി ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ 2 ദിവസം, ആ 2 ദിവസം സുപ്രീം കോടതിയിലേക്ക് എത്തിയാൽ പോലും ഈ 2 ദിവസത്തെ ഗ്യാപ്പ് എന്നത് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 2 ദിവസത്തിനകം നിർണായകമായ നീക്കങ്ങൾ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ? അതെയോ ഇ ഡി സുപ്രീം കോടതിക്ക് എന്താണ് പറയാനുള്ളത് എന്നതുവരെ കാത്തിരിക്കുമോ? അതായത് അനാവശ്യ തിടുക്കം കാട്ടി എന്ന തരത്തിലൊക്കെയുള്ള വാദം തീർച്ചയായും സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ CMRL ഉന്നയിക്കും. അങ്ങനെയുള്ള പശ്ചാത്തലം കൂടി സ്വാഭാവികമായും ഇ ഡിയും പരിശോധിക്കും. പ്രത്യേകിച്ച് ഇ ഡിയുടെ അഭിഭാഷകരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട് ഇനി എന്തൊക്കെയാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്ന തുടർ നീക്കങ്ങൾ. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.